all, welcome back to my YouTube channel. അതൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് കാണാം ശിവ ടെമ്പിൾ ആണ്. 111.2 അടി ഉയരമുള്ള ശിവലിംഗമാണ് അവിടുത്തെ അട്രാക്ഷൻ. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ലിംഗങ്ങൾ കാണാം, ശിവലിംഗാസ്. നമുക്ക് ഒരു ചുറ്റി നമുക്ക് കാണാകത്ത് ഒരു ഫീ ഉണ്ട്, മിനിമം ഒരു ഫീ ഉണ്ട്, ചുറ്റി കാണാം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഒറ്റ വട്ടം അത് പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോകുന്നതിന്റെ റീസൺ ഒന്ന്, നിങ്ങൾക്ക് അത് കാണിച്ചു തരണം. രണ്ട്, ആ ശിവലിംഗം കണക്ട് ചെയ്തൊരു ഹനുമാന്റെ ഒരു സ്കൾപ്ചറും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഏതാണെന്നൊന്നും എനിക്കും അറിയത്തില്ല. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം, നിങ്ങൾക്കും കാണിച്ചു തരാം. സോ വൈകാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. സോ ഇന്ത്യയില്, കേരളത്തില്, നമ്മുടെ തിരുവനന്തപുരത്ത് ചെങ്കൽ എന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നിടത്തുനിന്നും എനിക്കൊരു 17 മിനിറ്റേ ഉള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സോ നമ്മളിപ്പോൾ റീച്ച് ആയിട്ടുണ്ട്. ഇതാണ് ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു ഏരിയയും കൂടെ ഉണ്ട്. ശിവലിംഗം കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ആ സൈഡ്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ച് ഞാൻ ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പാർക്കിംഗ് സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ട്രാവലേഴ്സിനും വണ്ടിക്ക് കയറാൻ പറ്റും. ഈ കാണുന്ന ഒരു സ്പേസ് ശിവലിംഗ. സോ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആൻഡ് ഇപ്പൊ ഇതിന്റെ എൻട്രൻസ് നമുക്ക് എന്തായാലും നോക്കാം. ദർശനം എടുത്തതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് ചെരുപ്പും മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല, നമുക്ക് വണ്ടിയിൽ തന്നെ വെക്കാൻ എന്നുള്ളതേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ എൻട്രൻസ്. സോ ഇപ്പൊ ദർശനത്തിന് കയറാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ 2 ആനകൾ നിൽക്കുന്നതാണ്. അങ്ങനെ നടക്കൂടെയാണ് നമ്മൾ അമ്പലത്തിൽ കയറുന്നത്. സോ ദർശനം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് പോവുക. സോ നല്ല വെയിലുണ്ട്. ഫോട്ടോയും വീഡിയോ അത്ര ഇതാവുന്നില്ല. മേ ബി ദർശനം കഴിഞ്ഞ് വരുമ്പോൾ വെയിൽ നോക്കിയാവുമായിരിക്കും. ലെറ്റ്സ് സീ. സോ ഗൈസ്, ദർശനം കഴിഞ്ഞപ്പോൾ അതോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വേ എന്ന് പറയുന്നത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ചുറ്റമ്പലം എന്ന് പറയുന്ന ഈ ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം തൊഴുത് കഴിഞ്ഞു. ഇപ്പോഴത്തെ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇവിടെ വിശ്വശാന്തി പീഠം എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. അതെന്താണെന്ന് ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ആർക്കെങ്കിലും അറിയുമെന്ന് കമൻറ്റ് ബിലോ. അതിൻ്റെ എന്തോ ഒരു മന്ത്രമാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. ഈ വിശ്വശാന്തി പീഠം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു സംഭവമാണ്. സോ എനിവേ, ഞാൻ മുന്നേ വന്നതൊന്നും കണ്ട ഓർമ്മയില്ല, കുറേ വർഷമായി വന്നിട്ട്. കാരണം ഈ ഒരു ശിവലിംഗം പണി കഴിഞ്ഞ ഉടനെ ആ ഒരു ടൈമിലാണ് വന്നത്. സോ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഗായ ഉണ്ട് എടുത്തു തരാനായിട്ട് പൈസയ്ക്ക്. സോ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ എടുക്കാം. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ ഇവിടെ വരുമ്പോൾ പഴയൊരു തറവാട് വീട് കൊണ്ടൊരു സെറ്റപ്പ് ഇവിടെ നമുക്ക് കാണാം. ചില ആൾക്കാരുടെ സേവ് റേറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്പേസിലൊക്കെ വെച്ചെടുക്കുന്നത്. സോ പഴയ തറവാട് വീട്ടിൽ അവർ മേ ബി പുതുക്കി ചെയ്തിരിക്കുന്നതായിരിക്കും, ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം എന്താണ് ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്പേസ് വരുന്നത്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ സ്നാക്സും കാര്യങ്ങളും ചായയൊക്കെ എടുക്കാൻ ഒരു കടയുണ്ട്. അതുപോലെ നേരിതുമുണ്ട്, തോർത്തും കാര്യങ്ങളും അതൊക്കെ എടുക്കാൻ ഒരു കട, വാങ്ങേണ്ട ഒരു കടയുണ്ട്. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ശിവലിംഗ ഹനുമാൻ കണ്ടതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. സോ നമുക്ക് നോക്കാം.
അന്ന് വന്നപ്പോഴത്തേക്ക് വലിയ റേറ്റ് കാര്യങ്ങളില്ല, നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഇത്രയും വർഷമായി. സോ എങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കും അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ശിവലിംഗത്തിൽ അഭിഷേകത്തിനുള്ള പൂജാ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓക്കെ, ഈ വലിയ ശിവലിംഗം ആണെന്ന് തോന്നുന്നു. യെസ്, ഈ വലിയ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യും, അതിനുള്ള പൂജാ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാമെന്നാണ് പറയുന്നത്. അത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഈ വലിയ ശിവലിംഗം അഭിഷേകം ചെയ്യുമെന്ന്. സോ അതെ, അതിൻ്റെ സാധനങ്ങളും പിന്നെ വെയിറ്റിംഗ് ഏരിയ, ഒത്തിരി തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് കയറ്റി വിടത്തില്ല. അപ്പം അതിൻ്റെ സ്പേസും നമുക്കിവിടെ കാണാം. സോ ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് പറയുന്നത്. അകത്ത് മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കഴിഞ്ഞ് കാണാം. സോ ഈ ഒരു സ്പേസ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആ ഇതിൻ്റെ ശിവലിംഗത്തിൻ്റെ എൻട്രൻസ് വഴി നടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം വന്ന സ്പേസിലോട്ടാണ് പോകുന്നത്. സോ ഇത്ര തന്നെയാണ്, ഇത്രയും ചുറ്റുള്ളതിനുള്ള പരിപാടികൾ തന്നെയാണ്. ശിവലിംഗം നമുക്ക് കയറി കാണാമെന്നുള്ളതേ ഉള്ളൂ. അകത്ത് ഫുള്ള് ചുറ്റിന് ശിവലിംഗം, ഓരോരോ ശിവലിംഗമാണ്. കുറേ ഡിഫറെൻറ്റ് ഓഫ് ശിവലിംഗാസ് ഉണ്ടല്ലോ. തഞ്ചാവൂർ ബ്ലോഗ് കണ്ടവർക്കറിയാം, കുറേ ടൈപ്പ് ശിവലിംഗാസ് ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. 200 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ പറയാൻ പറ്റും. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു ഗൈസ്. സോ ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഈ കൊടിമരത്തിൻ്റെ ഇവിടെ ഒരു ഓഫീസുണ്ട്, അപ്പവും പ്രസാദവും ഒക്കെ കിട്ടുന്ന ഒരു ഓഫീസുണ്ട്. ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന എൻട്രൻസിനകത്തോട്ട് പോയി ആ ടിക്കറ്റും കാണിച്ച് അകത്തോട്ട് കയറാനായിട്ട്. നേരത്തെ ശിവലിംഗത്തിനകത്ത് മാത്രമേ കയറുന്നത്, ഇപ്പം അതുവഴി അവർ കണക്ട് ചെയ്താണ് ഈ ഹനുമാനും കൂടെ ചെയ്തിരിക്കുന്നത്. അതാണ് പുതിയ അപ്ഡേഷൻ ഇവിടുത്തെ. അപ്പോൾ ആ ടിക്കറ്റ് അവിടെ കാണിക്കാൻ നിങ്ങൾ കയറാം. മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് പുറത്ത് ഒരു പെട്ടി കാണും, അതിനകത്ത് നിങ്ങളുടെ ഫോണ് വെച്ചിട്ട് വേണം പോകാൻ. അപ്പം ഒരു രീതിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു വട്ടം കാണാം എന്നുള്ളൊരു സംഭവമുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ക്ലിപ്സും ഫോട്ടോഗ്രാഫ്സും കൂടെ ഇങ്ങനെ അതിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.